ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അപർണ സന്തോഷ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സെറ്റ് എക്കണോമിക്സിലെ മൊഡ്യൂൾ 3 അല്ലെങ്കിൽ യൂണിറ്റ് 3 നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ് ആണല്ലോ. അതിൽ മൊഡ്യൂൾ 3 ആയിട്ടുള്ള എക്കണോമെട്രിക്സ് എല്ലാവർക്കും കുറച്ച് പേടിയായിരിക്കും. അപ്പൊ എക്കണോമെട്രിക്സിൽ ഏതൊക്കെ ചോദ്യങ്ങളായിരിക്കും കൂടുതലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്, PYQs ആണ് നമ്മൾ ഇന്നിവിടെ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ വേഗം തന്നെ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ആദ്യത്തെ ചോദ്യം എന്താ? ഇഫ് ദ ബുഷ്വൻ-പാഗൻ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ഈസ് സിഗ്നിഫിക്കന്റ് ഇറ്റ് ഇൻഡിക്കേറ്റ്സ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? എന്താണ് ഈ ടെസ്റ്റ്? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. മൾട്ടി കൊലിനിയാരിറ്റി, ഹെറ്ററോസ്കെറാസിറ്റി, ഓട്ടോ കോറിലേഷൻ, മൾട്ടി കൊലിനിയാരിറ്റി. എന്തൊക്കെയാണ് ഈ പദങ്ങൾ? ഏതൊക്കെയാണ് ഇത്? എന്താണ് സംഭവം എന്നറിയാതെ ടെസ്റ്റ് വർക്ക് ചെയ്യുമെന്ന് നമുക്കറിയുള്ളൂ അല്ലേ? നമുക്കറിയാം ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിലെ അസംഷൻസ് ഉണ്ട് അല്ലെ? CLRത്തിന്റെ അസംഷൻസിൽ നിന്ന് വരുന്ന ഡീവിയേഷൻസ് ആണ് എന്ത്? ഈ മൾട്ടി കൊലിനിയാരിറ്റി ആയിക്കോട്ടെ, ഹെറ്ററോസ്കെറാസിറ്റി ആയിക്കോട്ടെ, ഓട്ടോ കോറിലേഷൻ ആയിക്കോട്ടെ, ഇവരൊക്കെ എന്താണ്? നമ്മുടെ CLR അസംഷനിൽ നിന്ന് വരുന്ന വ്യതിയാനം, ഡീവിയേഷൻസ് ആണ്. അപ്പോൾ എന്താണ് CLR? നമുക്കറിയാലേ, നമ്മുടെ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ y ഈക്വൽസ് ആൽഫ പ്ലസ് ബീറ്റ എക്സ് പ്ലസ് യു. ഓക്കെ, വേണമെങ്കിൽ YI XI UI എന്നൊക്കെ എഴുതാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ്? ഇതാണ് ഒരു സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലിന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. y എന്ന് പറഞ്ഞാൽ എന്താണ്? y നമ്മുടെ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഈ ആൽഫ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൽഫ എന്ന് പറയുന്നത് ഇന്റർസെപ്റ്റ് ടൈം ആണ്. ബീറ്റ എന്ന് പറയുന്നത് സ്ലോപ്പ്, എക്സ് എന്താണ്? ഇൻഡിപെൻഡന്റ് വേരിയബിളും, യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറർ ടേമും ആണ് കേട്ടോ. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കൺസംഷനും ഇൻകോ എടുക്കാണ്. ഓക്കെ, കൺസംഷനും ഇൻകോ എടുക്കുമ്പോൾ കൺസംഷൻ എന്ന് പറയുന്നതായിരിക്കും എന്ത്? നമ്മുടെ y. ഇതാണ് കൺസംഷൻ ആണ് y. അപ്പോ കൺസംഷൻ എന്തിനെ ഡിപ്പെൻഡ് ചെയ്താ കൺസംഷൻ ഇരിക്കുന്നത്? ഇൻകത്തെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കൺസംഷൻ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തുണ്ട്? ഇന്റർസെപ്റ്റ് ഉണ്ട്. നമ്മുടെ കെയ്നീഷ്യന്റെ സൈക്കോളജിക്കൽ ലോ ഒക്കെ പഠിക്കുമ്പോൾ പറയാം, നമുക്ക് ഇന്റർസെപ്റ്റ് ടൈം ഉണ്ട് അല്ലേ? ഏതാണ് നമ്മുടെ ഇന്റർസെപ്റ്റ് ടൈം? ആൽഫ. അല്ലെങ്കിൽ ആൽഫ എന്ന് പറഞ്ഞാൽ ഏതാണ്? എ, നമ്മുടെ ഓട്ടോണോമസ് കൺസംഷൻ. സ്ലോപ്പ് ഏതായിരിക്കും? MPC. ഓക്കെ, നമുക്ക് മനസ്സിലാൻ വേണ്ടിതാ നമ്മുടെ കെയ്നീഷ്യന്റെ നമ്മുടെ കൺസംഷൻ കർവ് എങ്ങനെയാ പോണതാ? ഇങ്ങനെ ഒരു അപ്വേർഡ് സ്ലോപ്പിംഗ് സി. ഇതാണ് നമ്മുടെ കൺസംഷൻ കർവ്, കൺസംഷൻ ഇൻകം. ഈ ഒരു ഭാഗത്താണ് എന്ത്? നമ്മുടെ എ അല്ലെ? ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം 0 ആകുമ്പോൾ പോലും നമ്മൾ കൺസ്യൂം ചെയ്യൂ അല്ലെ? ഇതിന്റെ ചെരിവ് നിശ്ചയിക്കുന്ന ആരാണ്? സ്ലോപ്പ് നിശ്ചയിക്കുന്ന ആരാണ്? അതാണ് എന്ത്? MPC. ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പൊ y എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിപ്പെൻഡന്റ് വേരിയബിൾ. ആൽഫ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആയിരിക്കും. ബീറ്റ എന്ന് പറഞ്ഞ ആൽഫ എന്ന് പറഞ്ഞാൽ ഇന്റർസെപ്റ്റ് ടൈം ആണ്. ബീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ലോപ്പ് ആണ്. എക്സ് എന്തായിരിക്കും? എക്സ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. യു എന്ന് പറയുന്നതായിരിക്കും ഇറർ ടേം ആയിരിക്കും കേട്ടോ. അത് മാത്രമല്ല, നിങ്ങൾ ഈ വൈനെ എക്സിനെയും ഇൻഡിപെൻഡന്റ്, ഡിപ്പെൻഡന്റ്, യു ആയിക്കോട്ടെ, ഇറർ ടേം മാത്രം പഠിച്ചാൽ പോരാ. കാരണം എക്സാംസിന് ഇവരുടെ പല പേരുകളും ചോദിക്കാറുണ്ട്. ആ പേരുകളും കൂടി നിങ്ങൾ പഠിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ എക്സിന് എക്സോജീനിയസ് വേരിയബിൾ, ഇൻഡിപെൻഡന്റ് വേരിയബിൾ, എക്സ്പ്ലനേറ്ററി വേരിയബിൾ, അങ്ങനെ പല പേരുകളുണ്ട്. അതുപോലെ വൈക്കും അതിന് ആസ്പദമാക്കിയിട്ടുള്ള നെയിംസ് ഉണ്ട്. അത് നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. അതുകൂടാതെ തന്നെ യു ആണെങ്കിൽ റെസിജ്വൽസ്, ഇറർ ടേം, ഡിസ്റ്റർബൻസ് ടേം, അങ്ങനെ ധാരാളം പേരുകളുണ്ട്. ആ പേരുകളെല്ലാം നിങ്ങൾ പഠിക്കണം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ക്വസ്റ്റ്യൻസിൽ ഏത് പേര് വേണമെങ്കിലും ചോദിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ എന്താണ്? നമുക്ക് ഇതാണ് നമ്മുടെ ഒരു റിഗ്രഷൻ മോഡൽ, ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ കൊണ്ടുവന്നത്. ഈ ക്ലാസിക്കൽ, അതായത് CLR ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡലിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഇത് അടുത്ത ഷുവർ ഷോട്ട് ക്വസ്റ്റ്യൻ ആണ്. എക്കണോമെട്രിക്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്ന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് എന്ത്? CLR അതിന്റെ അസംഷനിൽ നിന്ന് ഉറപ്പായിട്ട് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഉറപ്പായിട്ടുണ്ടാവും. എല്ലാ അസംഷൻസിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു അസംഷനിൽ നിന്ന് ഒരു ചോദ്യം 100% നിങ്ങൾ ഉറപ്പിച്ചു. ആ അസംഷനിൽ നിന്ന് നമുക്ക് ധാരാളം അസംഷൻസ് ഉണ്ട്. പാരാമീറ്റേഴ്സ് ലീനിയർ ആയിരിക്കും, അങ്ങനെയൊക്കെ ധാരാളം അസംഷൻസ് ഉണ്ടല്ലോ. ആ അസംഷനിൽ നിന്ന് ഡീവിയേഷൻ വരുമ്പോഴാണ് എന്ത് വരുന്നത്? മൾട്ടി കൊലിനിയാരിറ്റി, ഹെറ്ററോസ്കെറാസിറ്റി, ഓട്ടോ കോറിലേഷൻ വരുന്നത്. ഓക്കെ, അപ്പോ സ്ഥിരമായി ചോദിക്കുന്ന CLRത്തിന്റെ അസംഷനിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. മൾട്ടി കൊലിനിയാരിറ്റി, ഹെറ്ററോസ്കെറാസിറ്റി, ഓട്ടോ കോറിലേഷൻ എന്താണ്? ഇവരുടെ ടെസ്റ്റുകൾ. ഇത് മാത്രമാണ് ഈ ഏരിയയിൽ നിന്ന് ചോദിക്കാറുള്ളൂ. കൂടുതലും ഈ CLR വെച്ച് പറയുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് ഇത് ഇത്രയാണ് ചോദിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഞാൻ പറഞ്ഞു CLRത്തിന്റെ അസംഷനിൽ വന്ന ഡീവിയേഷൻ ആണ്. അപ്പോൾ ഏത് അസംഷൻസിൽ നിന്ന് വന്ന ഡീവിയേഷൻ ആണെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഹെറ്ററോസ്കെറാസിറ്റി നോക്കാം. എന്താണ് ഹെറ്ററോസ്കെറാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ നമ്മുടെ CLRത്തിന്റെ ഒരു അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോമോസെറാസിറ്റി ആണ്. എന്താണ്? ഹെറ്ററോസെറാസിറ്റി അല്ല, CLRത്തിന്റെ അസംഷൻ എന്താണ്? ഹോമോസെറാസിറ്റി ആണ്. ഹോമോസെറാസിറ്റി ആണ് എന്ത്? നമ്മുടെ CLRത്തിന്റെ അസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വേരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം. വേരിയൻസ് ഷുഡ് ബി കോൺസ്റ്റന്റ്. വേരിയൻസ് എന്തായിരിക്കണം? കോൺസ്റ്റന്റ് ആയിരിക്കണം. വേരിയൻസ് കോൺസ്റ്റന്റ് അല്ലാതെ വരുന്ന സാഹചര്യത്തിൽ വേരിയൻസ് എന്താണ്? അതായത് വേരിയൻസ് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കോൺസ്റ്റന്റ് അല്ലാതെ വരുന്ന സാഹചര്യത്തിനാണ് എന്ത് പറയുന്നത്? ഹെറ്ററോസ്കെറാസിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ?
എന്താണ് പറയുന്നത്? നമ്മുടെ ഒരു അസംഷൻ ആണ് എന്ത്? ഹോമോസ്കെറാസിറ്റി എന്ന് പറഞ്ഞാൽ. ഹോമോസ്കെറാസിറ്റി പറഞ്ഞ എന്താണ്? വേരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. വേരിയൻസ് കോൺസ്റ്റന്റ് അല്ലാതെ ആവുന്ന സാഹചര്യത്തിൽ എന്താ പറയുക? അതായത് വേരിയൻസിന്റെ വാല്യൂ, അതായത് വേരിയൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സാഹചര്യത്തിനാണ് എന്ത് പറയുന്നത്? ഹെട്രോസ്കെറാസിറ്റി. അത് നമ്മുടെ CLR നിന്ന് തന്നെ എന്താ? ഒരു ഡീവിയേഷൻ അല്ലെ? CLR അസംഷൻ നിന്നൊരു വയലേഷൻ ആണ്. ആ ആദ്യത്തെ വയലേഷന്റെ പേര് എന്താണ്? ഹെട്രോസ്കെറാസിറ്റി ആണ് കേട്ടോ. അപ്പോ ഹെട്രോസ്കെറാസിറ്റി ടെസ്റ്റ് ചെയ്യാൻ നമ്മൾ കുറെ മെത്തേഡ്സ് ടെസ്റ്റ് ചെയ്തോ. ഹെട്രോസ്കെറാസിറ്റി ഉണ്ടോ നമ്മുടെ മോഡലിൽ നിന്ന് അറിയാൻ വേണ്ടി നമ്മൾ കുറച്ച് ടെസ്റ്റ് ചെയ്യും. അതിലൊരു ടെസ്റ്റ് ആണ് എന്ത്? ബ്രുഷ്-പാഗൻ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹെട്രോസ്കെറാസിറ്റിയുടെ ഒരു ടെസ്റ്റ് ആണ് എന്ത്? ബ്രുഷ്-പാഗൻ ടെസ്റ്റ്. നമ്മൾ എല്ലാ ടെസ്റ്റുകളും നിങ്ങൾ പഠിച്ചിരിക്കണം. അത് ഹെട്രോസ്കെറാസിറ്റി എന്നത് ക്ലിയർ ആയില്ലേ? ഹെട്രോസ്കെറാസിറ്റി എന്ന വേരിയൻസ് കോൺസ്റ്റന്റ് അല്ലാതെ വരുന്ന സാഹചര്യമാണ്. ഓക്കെ, അതിന്റെ ഒരു ടെസ്റ്റ് ആണ് ബ്രുഷ്-പാഗൻ ടെസ്റ്റ്. ഓക്കെ, നമുക്ക് വേറെ ഹെട്രോസ്കെറാസിറ്റി ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഗ്രാഫിക്കൽ മെത്തേഡ് നമുക്ക് സാധാരണ ചോദിക്കാറില്ല, എന്നാൽ ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ടാണ്. പിന്നെ എന്താ വരുന്നത്? പിന്നീട് വരുന്നത് പാർക്ക് ടെസ്റ്റ്, ഗ്ലസ്റ്റർ ടെസ്റ്റ്, സ്പിയർമാൻസ് റാങ്ക് കോറിലേഷൻ ടെസ്റ്റ്, ഗോഡ്ഫ്ലെറ്റ് ക്വാണ്ടം ടെസ്റ്റും നമ്മുടെ ഇപ്പൊ ചോദിച്ചത് ബ്രുഷ്-പാഗൻ ഗോഡ്ഫ്ലെറ്റ് ടെസ്റ്റ് എന്നാണ് അതിന്റെ ഫുൾ നെയിം കേട്ടോ. അത് കൂടാതെ തന്നെ വൈറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റും കൂടി ഉണ്ട്. ഇതെല്ലാം നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ടെസ്റ്റുകൾ മുഴുവനും പഠിക്കുക. നമുക്ക് ഇതിൽ നിന്ന് അത് മാത്രമേ ചോദിക്കുള്ളൂ. വാട്ട് ഈസ് ഹെട്രോസ്കെറാസിറ്റിയും അതിന്റെ ടെസ്റ്റുകളും. ഓക്കെ, ഇത് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ ക്ലിയർ അല്ലേ എന്താ ഹെട്രോസ്കെറാസിറ്റി എന്നുള്ളത്? ഇനി അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ? നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ബൈ ഓട്ടോ കോറിലേഷൻ വി മീൻ. എന്താണ് ഓട്ടോ കോറിലേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനാണല്ലേ? ആദ്യം ദ റെസിജ്വൽ ഓഫ് എ റിഗ്രഷൻ മോഡൽ ആർ നോട്ട് ഡിപ്പെൻഡന്റ് അല്ലെ? റെസിജ്വൽസ് എന്താണ്? തമ്മിൽ ഡിപ്പെൻഡന്റ് അല്ല. ഓക്കെ, അത് ശരിയാണ്. പക്ഷെ നമ്മുടെ ഓട്ടോ കോറിലേഷൻ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് തെറ്റിപ്പോയി. The residual of a autocorrelation models are related with one or more of the residuals. അല്ലേ? അവർ തമ്മിൽ എന്താ? ഞാൻ പറഞ്ഞു ടേംസ് തമ്മിൽ എന്താ? കോറിലേഷൻ. അവർ തമ്മിൽ റിലേഷൻ ഉണ്ടെങ്കിലാണ് എന്ത് സംഭവിക്കുന്നത്? ഓട്ടോ കോറിലേഷൻ സംഭവിക്കുന്നത്. ഇവിടെ നോക്കിക്കേ, ദ റെസിജ്വൽ ആണ് നമ്മുടെ ഇറർ ടേമിന്റെ വേറൊരു പേര്. ഞാൻ പറഞ്ഞു ഇവർ ചോദിക്കുന്നത് കണ്ടില്ലേ? റെസിജ്വൽ ആയിരിക്കും, അല്ലെങ്കിൽ എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്, അങ്ങനെ പല പേരിൽ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ പേരും നിങ്ങൾ പഠിച്ചു വെക്കുക. റെസിജ്വൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ ഇറർ ടേം ആണ്. So the residual of a regression model are related with the one or more of the residuals അല്ലേ? അതാണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. ഇനി അടുത്ത ഓപ്ഷൻ എന്താ? The squared residuals of regression model are not equally spread. അങ്ങനെയൊന്നും പറയുന്നില്ല. ഇനി the variance of the residual of a regression model is not constant for all observation. ഇത് ഏതാണ്? ഇതിന്റെ ആൻസർ എന്തായിരിക്കും വരുന്നത്? ഞാൻ പറഞ്ഞു എന്താണ് ഇവിടെ എന്താണ് ശ്രദ്ധിക്കുന്നത്? വേരിയൻസ് നോട്ട് കോൺസ്റ്റന്റ്. ഓക്കെ, വേരിയൻസ് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഹെട്രോസ്കെറാസിറ്റി ആണ് കേട്ടോ വരുന്നത്. ഏതാണ് വരുന്നത്? ഹെട്രോസ്കെറാസിറ്റി ആണ് എന്ത് വരുന്നത്? വേരിയൻസ് കോൺസ്റ്റന്റ് അല്ലാതെ വരുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടുത്തെ ഓരോ പോയിന്റും എടുത്തെടുത്ത് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ക്ലിയർ അല്ലേ? നമ്മുടെ ആൻസർ ഏതാ വരുന്നത്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ വരുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കറക്റ്റ് അബൌട്ട് ഓട്ടോ കോറിലേഷൻ. ഓട്ടോ കോറിലേഷനിൽ ഇതിൽ ഏതൊക്കെയാണ് ശരി എന്നാ ചോദിച്ചിരിക്കുന്നത്? ഇഫ് ദ ഒബ്സർവ്ഡ് റിലേഷൻഷിപ്പ് എബൻ ദ റിഗ്രഷൻ റെസിഡ്യൂൽ ഈസ് നോൺ ലീനിയർ there exists auto correlation അല്ലെ? അങ്ങനെ ഉണ്ടാവും. കാരണം എന്താണ്? ഇൻഡിപെൻഡന്റ് അല്ല. ഇൻഡിപെൻഡന്റ് ആയിരിക്കണം എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇൻഡിപെൻഡന്റ് അല്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഓട്ടോ കോറിലേഷൻ വരും. അതുകൊണ്ട് എന്താണ് ആദ്യത്തെ ഓപ്ഷൻ ശരിയാണ്. ഓക്കെ, ഇൻഡിപെൻഡന്റ് ആയിരിക്കണമായിരുന്നു. അങ്ങനെയാണെങ്കിൽ തെറ്റിപ്പോയാനെ. ഇൻഡിപെൻഡന്റ് അല്ല, നോൺ ലീനിയർ റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് അത് ശരിയായി. ഓട്ടോ കോറിലേഷൻ ക്യാൻ എക്സിസ്റ്റ് ഇൻ ബോത്ത് ക്രോസ് സെക്ഷണൽ ആൻഡ് ടൈം സീരീസ് ഡേറ്റ. അതെ, രണ്ട് സീരീസ് ഡേറ്റ, ടൈം സീരീസ് ആയിക്കോട്ടെ ക്രോസ് സെക്ഷണൽ ആയിക്കോട്ടെ, രണ്ടിലും എന്തുണ്ട്? ഓട്ടോ കോറിലേഷൻ ഉണ്ട്. ഡർബിൻ-വാട്സൺ ടെസ്റ്റ് ഈസ് ദ കോമൺ ടെസ്റ്റ് ഫോർ ഓട്ടോ കോറിലേഷൻ അല്ലേ? നമ്മളിപ്പോ പറഞ്ഞു ഡർബിൻ-വാട്സന്റെ ഇക്വേഷൻ പറഞ്ഞു, അതും ശരിയാണ്. ഡർബിൻ-വാട്സൺ ടെസ്റ്റ് പ്രൊഡ്യൂസസ് ആ ടെസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്സ് ദാറ്റ് റേഞ്ചസ് ഫ്രം 0 to 4. ഞാൻ പറഞ്ഞു നേരത്തെ ഇക്വേഷൻ എഴുതിയപ്പോൾ ഞാൻ പറഞ്ഞു അല്ലേ ഡർബിൻ-വാട്സന്റെ എങ്ങനെ റേഞ്ച് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. 0 തൊട്ട് 4 വരെ ആയിരിക്കും റേഞ്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അതും ശരിയാണ്. സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. കാരണം അതാ 1, 2, 3, 4 നാലും ശരിയാണ്. ക്ലിയർ അല്ലേ? അതാണ് നമ്മുടെ ഉത്തരം വരുന്നത് കേട്ടോ. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ, which of the following is a consequence of autocorrelation in regression model? ഇപ്പൊ ഞാൻ പറഞ്ഞായിരുന്നു ഹെട്രോസ്കെറാസിറ്റി ഓട്ടോ കോറിലേഷൻ നമ്മൾ പറഞ്ഞു. ഇവിടെ കൊടുത്തേക്കുന്നത് അൺബയസ്ഡ്, ഇൻഎഫിഷ്യന്റ്, ബയസ്ഡ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അല്ലേ? ഇതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോ കോറിലേഷനും അതായത് CLR ഒരു ഡീവിയേഷൻ വന്നത് ഓട്ടോ കോറിലേഷൻ ആയിക്കോട്ടെ, ഹെട്രോസ്കെറാസിറ്റി ആയിക്കോട്ടെ, മൾട്ടികോലിനിയാരിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ OLS ഒരു പ്രോപ്പർട്ടി ഉണ്ട്, നമ്മുടെ ഗോസ് മാർക്കോ തിയറം. അതാണ് അടുത്ത ഇമ്പോർട്ടന്റ് പോർഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എന്താണ് വരുന്നത്? ബ്ലൂ പ്രോപ്പർട്ടി. ഏതാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്? ബ്ലൂ പ്രോപ്പർട്ടി ആണ്. അതാണ് ഗോസ് മാർക്കോ തിയറം. അവിടെ നിന്ന് ഒരു ഷുവർ ആയിട്ടും ക്വസ്റ്റ്യൻസ് വരും. ഇത് അതിന്റെ ഒരു ഏരിയ ആണ്. കോൺസിക്വൻസ് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്? ബ്ലൂ ആണ്.
ഓക്കെ, BLUE. ബ്ലൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെസ്റ്റ്. L എന്ന് പറഞ്ഞാൽ ലീനിയർ. U എന്ന് പറഞ്ഞാൽ എന്താണ്? അൺബയസ്ഡ്. E എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി. ഇനി ബെസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ OLSന്റെ പ്രോപ്പർട്ടീസ് ആണ് ബ്ലൂ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഗോസ് മാർക്കോ തിയറി എന്ന് പറഞ്ഞാൽ. ഒരു നമ്മുടെ റിഗ്രഷൻ മോഡൽ ബെസ്റ്റ് ആവുന്ന എപ്പോഴാണ്? മിനിമം വേരിയൻസ് ഉള്ളപ്പോൾ. വേരിയൻസ് എന്തായിരിക്കണം? മിനിമം ആവുന്ന സാഹചര്യത്തിൽ. അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മിനിമം ആവണം. അതായത് ബീറ്റ ഹാറ്റിന്റെ വേരിയൻസ് എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്ത എന്താ വരുന്നത്? അടുത്ത വരുന്നത് ലീനിയർ. ലീനിയർ എന്തായിരിക്കും? നമ്മുടെ പാരാമീറ്റേഴ്സ് ലീനിയർ ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു y. അടുത്ത എന്താ? അൺബയസ്ഡ് ആയിരിക്കണം. എന്താണ് അൺബയസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ബീറ്റ ഹാറ്റ് എന്ന് പറയുന്നത് ബീറ്റയോട് ഈക്വൽ ആയിരിക്കണം. ഇനി എഫിഷ്യൻസി പ്രോപ്പർട്ടി എപ്പോഴാണ് വരുന്നത്? എഫിഷ്യൻസി പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ എന്താ അൺബയസ്ഡ്നെസ്സും വേരിയൻസും സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ്. എന്താണ്? ഈ U+B വരുമ്പോഴാണ് എന്താ എഫിഷ്യൻസി വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ ബ്ലൂ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് OLSന്റെ പ്രോപ്പർട്ടിയാണ് നമ്മുടെ ബ്ലൂ എന്ന് പറയുന്നത്. നമ്മുടെ റിഗ്രഷൻ മോഡൽ പെർഫെക്റ്റ് ആണ്. ആ ബ്ലൂ എന്ന് പറയുന്ന B എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ആണ്, മിനിമം വേരിയൻസ്. L ലീനിയർ ആണ്, അതായത് നമ്മുടെ പാരാമീറ്റേഴ്സ് ലീനിയർ ആയിരിക്കണം വിത്ത് റെസ്പെക്ട് ടു y ആൻഡ് x. U എന്ന് പറഞ്ഞാൽ എന്താണ്? അൺബയസ്ഡ്നെസ് ആണ്. അതായത് എന്താണ്? എക്സ്പെക്ടേഷൻ, നമ്മൾ ബീറ്റ ഹാറ്റിന്റെ എക്സ്പെക്ടേഷൻ എടുക്കുമ്പോൾ എന്ത് വരണം? ബീറ്റ വരണം അല്ലേ? ഇനി എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺബയസ്ഡ്നെസ്സും ബെസ്റ്റും, അതായത് മിനിമം വേരിയൻസ് പ്രോപ്പർട്ടിയും കൂടെ സഫീഷ്യന്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ മോഡല് എഫിഷ്യന്റ് ആണെന്നാണ്. ക്ലിയർ അല്ലേ? ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്ന എന്താണ്? വിച്ച് ഓഫ് ഫോളോയിങ് ഈസ് എ കോൺസിക്വൻസ് ഓഫ് ഓട്ടോ കോറിലേഷന്റെ കോൺസിക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓട്ടോ കോറിലേഷന്റെ കോൺസിക്വൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഹെട്രോസ്കെഡാസിറ്റി ആയാലും ഓട്ടോ കോറിലേഷൻ ആയാലും ഇവർ രണ്ടുപേരും വന്നാലും എന്താണ് നമ്മുടെ മോഡൽ എന്ന് പറയുന്നത്? ബെസ്റ്റ് ആയിരിക്കും, അൺബയസ്ഡ് ആയിരിക്കും. സോറി, ബെസ്റ്റ് അല്ല, അൺബയസ്ഡ് ആണ്. അതുപോലെ തന്നെ ലീനിയറും ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടിനും ഓട്ടോ കോറിലേഷൻ വന്നു കഴിഞ്ഞാൽ അൺബയസ്ഡും ആവില്ല, അൺബയസ്ഡിനും പ്രശ്നം ഉണ്ടാവില്ല. അതായത് ബയസ്ഡ് ആവത്തുമില്ല, നോൺ ലീനിയറും ആവത്തില്ല. പക്ഷെ വരുന്ന പ്രശ്നം എന്താണ്? അവിടെ വേരിയൻസ് ഇവിടെ വരുന്ന ഓട്ടോ കോറിലേഷൻ മാത്രം നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓട്ടോ കോറിലേഷൻ വന്നാലും ഹെട്രോസെഡാസിറ്റി വന്നാലും ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇതിവിടെ എന്താണ്? ഞാനൊരു ഹെട്രോസെഡാസിറ്റിയും കൂടെ ആഡ് ചെയ്യാണ്. രണ്ട് വന്നാലും ഒരേപോലെയാണ്. ഓക്കെ, രണ്ടുപേരും ഉണ്ടെങ്കിലും നമ്മുടെ റിഗ്രഷൻ മോഡല് അൺബയസ്ഡും ലീനിയർ ആയി തന്നെ ഇരിക്കും. പക്ഷെ ഒരു പ്രശ്നം എന്താണ്? വേരിയൻസ് എന്താണ്? ലാർജ് ആയിരിക്കും. നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി ഏതാണ്? വേരിയൻസ് മിനിമം ആണ് അല്ലേ? സോ വേരിയൻസ് എന്താണ്? നമ്മുടെ ബെസ്റ്റ് അല്ലെങ്കിൽ എഫിഷ്യൻസി എന്ന് പറയുന്ന ക്രൈറ്റീരിയ എന്താണ്? അവിടെ പോവാണ്. ഓക്കെ, ഓട്ടോ കോറിലേഷനും ഹെട്രോസെഡാസിറ്റി വന്നാലും കുഴപ്പമില്ല, അൺബയസ്ഡ്നെസ് ബയസ്ഡ് ആവത്തുമില്ല, നോൺ ലീനിയറും ആവില്ല. പക്ഷെ ഇവർ രണ്ടുപേരും വന്ന ഒരു പ്രശ്നമുണ്ട്. എന്താണ് ആ പ്രശ്നം? വേരിയൻസ് ലാർജ് ആയിപ്പോ. ഓക്കെ, മിനിമം വേരിയൻസ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടി അതില്ലാതെ പോകും കേട്ടോ. അപ്പൊ ഇവിടെ നോക്കിക്കേ, നമ്മുടെ ഓപ്ഷനിലൊക്കെ കോൺസിക്വൻസ് നോക്കാം. അൺബയസ്ഡ് ബട്ട് ഇൻഎഫിഷ്യന്റ് എസ്റ്റിമേറ്റർ. യെസ്, ഇൻഎഫിഷ്യന്റ് ആണ്. കാരണം എന്തുകൊണ്ടാണ് ഇൻഎഫിഷ്യന്റ് ആവുന്നത്? മിനിമം വേരിയൻസ് അല്ല, വേരിയൻസ് ലാർജ് ആയതുകൊണ്ട്. അത് ശരിയാണ്. ബയസ്ഡ് എസ്റ്റിമേറ്റർ ബയസ്ഡ് ആണോ? അല്ല, അൺബയസ്ഡ് ആണ്. ഇനി ഇൻക്രീസ്ഡ് സ്റ്റാൻഡേർഡ് എറേഴ്സ് ഓഫ് ദ കോഎഫിഷ്യന്റ്. യെസ്, ഞാൻ പറഞ്ഞു വേരിയൻസ് എന്താണ്? ലാർജ്. വേരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് കേട്ടോ. അപ്പൊ എന്താണ്? സ്റ്റാൻഡേർഡ് എറേഴ്സ് ഇൻക്രീസ് ചെയ്തു. യെസ്, അപ്പൊ അതും ശരി. സോ എയും സിയും ആണ് നമ്മുടെ ആൻസർ തന്നെ. ക്ലിയർ അല്ലേ? ഇനി മൾട്ടികൊലീനിയാരിറ്റി ഈസ് യൂസ്ഡ് ടു ഡിനോട്ട് ദ പ്രസൻസ് ഓഫ്. എന്താണ് മൾട്ടികൊലീനിയാരിറ്റി എന്ന് പറഞ്ഞാൽ? അതായത് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ് തമ്മിൽ കോറിലേഷൻ വന്നു കഴിഞ്ഞാലാണ് എന്ത് സംഭവിക്കുക? മൾട്ടികൊലീനിയർ. അവർ തമ്മിൽ ലീനിയർ റിലേഷൻ വന്നു കഴിഞ്ഞാൽ. അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് എ ആണ്. ലീനിയർ റിലേഷൻഷിപ്പ് എമംഗ് എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. ഞാൻ പറഞ്ഞു ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് തമ്മിലെ കോറിലേഷൻ വന്നാലാണ് മൾട്ടികൊലീനിയാരിറ്റി എന്ന് പറഞ്ഞു. ഇൻഡിപെൻഡന്റ് വേരിയബിൾസിന്റെ വേറൊരു പേരാണ് എന്താ? എക്സ്പ്ലനേറ്ററി വേരിയബിൾസ്. നമ്മൾ സാധാരണ സിമ്പിൾ ലീനിയർ റിഗ്രഷൻ മോഡലാണ് ഞാൻ ആദ്യം എഴുതിയത്. എന്താ പറയാ, ഇനിയും ഇൻഡിപെൻഡന്റ് വേരിയബിൾസ് നമ്മുടെ മോഡലിലേക്ക് വേണമെങ്കിൽ വരാം. ഇപ്പൊ നോക്കിക്കേ, y ഈക്വൽ ടു ആൽഫ പ്ലസ് ബീറ്റ1 xi അല്ലെങ്കിൽ x1 പ്ലസ് ബീറ്റ2 x3. ഓക്കെ, ഇങ്ങനെ പോവുകയാണ്. ഇവിടെ നോക്കിക്കേ, ഈ x1ഉം x2ഉം തമ്മിൽ എന്താണ്? കോറിലേഷൻ പാടില്ല എന്നാണ് നമ്മുടെ ക്ലാസിക്കൽ ലീനിയർ റിഗ്രഷൻ മോഡൽ തന്നെ. ഇവർ തമ്മിൽ റിലേഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവിടെ മൾട്ടികൊലീനിയാരിറ്റി വരും കേട്ടോ. അതായത് ഒരു എക്സാമ്പിൾ പറയാം, ഇൻകവും വെൽത്തും
ഇൻകവും വെൽത്തും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട് അല്ലേ? അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ എന്താ സംഭവിക്കുക? മൾട്ടി കോലിനിയാരിറ്റി വരും. മൾട്ടി കോലിനിയാരിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ മൾട്ടി കോലിനിയാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. അത് കൂടാതെ തന്നെ ബെഞ്ച് മാപ്പ് അനാലിസിസും മൾട്ടി കോലിനിയാരിറ്റി ടെസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യും. അപ്പൊ അതാണ് മൾട്ടി കോലിനിയാരിറ്റി. ഞാൻ പറഞ്ഞു വേരിയൻസ് ഇൻഫ്ലേഷൻ ഫാക്ടർ ഏത് ഡിറ്റക്ട് ചെയ്യാനാണ്? മൾട്ടി കോലിനിയാരിറ്റി ഡിറ്റക്ട് ചെയ്യാനാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. A time series is stationary if it's. എപ്പോഴാണ് ഒരു ടൈം സീരീസ് സ്റ്റേഷനറി ആവുന്നത്? ടൈം സീരീസ് സ്റ്റേഷനറി ആവുന്നത് നമ്മൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ സ്റ്റേഷനറി ടൈം സീരീസ്. സിമ്പിൾ സ്റ്റേഷനറി ടൈം സീരീസ്. അതിന് 3 കണ്ടീഷൻ ആണുള്ളത്. ഓക്കെ, 3 കണ്ടീഷൻസ് ആണുള്ളത്. ഞാൻ ഒറ്റ ലൈനിൽ എഴുതുവാണേ. 3 കണ്ടീഷൻ ആയിട്ടാണ് നമ്മളിത് പറയണ്ടേ. മീൻ ആദ്യത്തെയാണ്, മീൻ, വേരിയൻസ് ആൻഡ് ഓട്ടോ കോറിലേഷൻ കോൺസ്റ്റന്റ് ആയിരിക്കണം. ഇതാണ് അവരുടെ 3 കണ്ടീഷൻ. ഞാൻ ഒറ്റയായിട്ട് എഴുതിയെന്നുള്ളൂ. എന്തൊക്കെയാണ് 3 കണ്ടീഷൻ എന്ന് പറയുന്നത്? സ്റ്റേഷനറിയുടെ സിമ്പിൾ സ്റ്റേഷനറി എന്ന് പറയുമ്പോൾ സിമ്പിൾ സ്റ്റേഷനറി ടൈം സീരീസിന്റെ 3 കണ്ടീഷൻ ഏതൊക്കെയാണ്? മീൻ കോൺസ്റ്റന്റ് ആയിരിക്കണം, വേരിയൻസ് കോൺസ്റ്റന്റ് ആയിരിക്കണം, ഓട്ടോ കോറിലേഷനും കോൺസ്റ്റന്റ് ആയിരിക്കണം. ഓക്കെ, ഇനി വീക്ക് സ്റ്റേഷനറി ടൈം സീരീസ് ആണെങ്കിലോ, ഞാൻ വീക്ക് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ. വീക്കിന്റെ ആണെങ്കിലോ, വീക്കിന്റെ മീനും, ഇത് 2 എണ്ണമായിട്ടാണ് എഴുതുന്നത്, ഞാൻ ഒന്നായിട്ട് എഴുതണേ. മീനും വേരിയൻസും കോൺസ്റ്റന്റ് ആണ്. മൂന്നാമത് വരുന്നത് കോവേരിയൻസ് ടൈം ഇൻവേരിയന്റ് ആണ്. ടൈം ഇൻവേരിയന്റ് ആണ്. ഇനി സ്ട്രോങ് സ്റ്റേഷനാരിറ്റി ഉണ്ട്. അതില് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഡസ് നോട്ട് ചേഞ്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം. അതാണ് നമ്മുടെ എന്ത് മൂന്നാമത് തന്നെ. അപ്പൊ എന്താണ് ഇവിടുത്തെ? നമുക്ക് നോക്കിക്കേ, ടൈം സീരീസ് സ്റ്റേഷനറി ആവണമെങ്കിൽ നമുക്ക് സെറ്റിന്റെ മെയിൻലി ഇമ്പോർട്ടന്റ് ഇതാണ് കേട്ടോ. ഓക്കെ, ടൈം സീരീസ് സ്റ്റേഷനറി ആവുന്നത് എപ്പോഴാണ്? ഞാൻ പറഞ്ഞു മീന്, വേരിയൻസ് ആയിട്ട് ഓട്ടോ കോറിലേഷൻ കോൺസ്റ്റന്റ് ആവും. നമുക്ക് ഇവിടെ മീനും വേരിയൻസും മാത്രമേ തന്നിട്ടുള്ളൂ. നോക്കിക്കേ, ആദ്യത്തെ തന്നെ മീൻ ആൻഡ് വേരിയൻസ് ഡു നോട്ട് വേരി ഓവർ ടൈം. ഓക്കെ, അവിടെ എന്താണ്? വേരിയേഷൻ ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ആണ് അല്ലേ? അപ്പൊ എ ആണ് നമ്മുടെ ആൻസർ. ബാക്കി ഓപ്ഷൻ നോക്കിയാലോ, മീൻ ആൻഡ് വേരിയൻസ് ഇൻക്രീസ് ഓവർ ടൈം. ഇൻക്രീസ് ആവാൻ പാടില്ല, അവർക്ക് ചേഞ്ച് വരാൻ പാടില്ല, കോൺസ്റ്റന്റ് ആയിരിക്കണം. സോ ഇത് തെറ്റിപ്പോയി. മീൻ ആൻഡ് വേരിയൻസ് ഡിക്രീസ്, അവിടെയും ചേഞ്ച് വരാൻ പാടില്ല. മീൻ മാത്രമാണോ വേരി ചെയ്യണേ? അല്ല, മീനും വേരിയൻസും ഓട്ടോ കോറിലേഷനും എന്താണ്? ഇവിടെ വേരി ചെയ്യുന്നതാണല്ലോ എഴുതിയേക്കുന്നത്. ഓക്കെ, അവര് കോൺസ്റ്റന്റ് ആയിരിക്കണം കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ അതാണ് ടൈം സീരീസിൽ വരുന്നത് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ നോക്കേണ്ടത്? നമ്മളിവിടെ CLR നോക്കി. CLRത്തിന്റെ എന്താണ്? CLRത്തില് അസംഷൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അസംഷൻസ് ഉറപ്പായിട്ടും അതിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ട്. അത് കൂടാതെ തന്നെ ഇതിൽ നിന്ന് എന്താണ്? ഡീവിയേഷൻസ് ഉണ്ട് അല്ലേ? മൾട്ടികോലിനിയാരിറ്റി, ഹെറ്ററോസിറാസിറ്റി ആൻഡ് ഓട്ടോ കോറിലേഷൻ. ഇവര് 3 പേര് എന്താന്ന് പഠിക്കുക. അവരുടെ ടെസ്റ്റുകളും നിർബന്ധമായി പഠിക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ നമ്മുടെ എക്കണോമെട്രിക്സ് മൊഡ്യൂൾ 3. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. കറന്റ് സെറ്റിന്റെ ബൂസ്റ്റർ ബാച്ച് റണ്ണിങ് ആണ്. നമുക്കറിയാം 22 നമുക്ക് എക്സാം ആണ്. കുറച്ച് ദിവസമേ നമ്മുടെ മുന്നിൽ ഇനിയുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾക്കിപ്പോ പോകുന്നത് 3 മണിക്കൂർ ക്ലാസ് ആണ്. 1.5 മണിക്കൂർ ജനറൽ പേപ്പറിനും 1.5 മണിക്കൂർ എക്കണോമിക്സ് എന്നുള്ള രീതിയിൽ 3 മണിക്കൂർ ക്ലാസ് ആണ് കേട്ടോ നമുക്ക് ഡെയിലി പോകുന്നത് കേട്ടോ. അത് കൂടാതെ തന്നെ നമ്മൾ 15 മോക്ക് ടെസ്റ്റ്, നമ്മുടെ എങ്ങനെയാണോ എക്സാം അതുപോലെ തന്നെ 15 മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 10 ജനറൽ പേപ്പർ എക്സാമും 5 എക്കണോമിക്സ് എക്സാമുമായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഇനി നിങ്ങൾ പഠിച്ചു തുടങ്ങുകയാണ്, ഒട്ടും പഠിച്ചിട്ടില്ല, ഇനി എനിക്ക് പുതിയ എക്സാമിലേക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമ്മുടെ സെറ്റിന്റെ ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായാലും ഇനിയും പഠിച്ചു തുടങ്ങാത്തവരുണ്ടെങ്കിൽ അടുത്ത സെറ്റ് ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും ജോയിൻ ചെയ്യാം. നമ്മൾ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. 9746455514 ആണ് നമ്മുടെ നമ്പർ വരുന്നത് കേട്ടോ. അത് കൂടാതെ തന്നെ നമുക്കൊരു ഫ്രീ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാനാണ്. അപ്പൊ എല്ലാവരും അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും, അതിൽ ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്